ഹായ് ഹലോ എന്തുട്ടാ പറയണ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കല്ലേ. രാവിലത്തെ ഒരു തിരക്കൊക്കെ നല്ലോണം കഴിഞ്ഞു കേട്ടോ. പിള്ളേരെല്ലാവരും പോയി, 3 പിള്ളേരും പോയി, സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ആമിനെ അംഗനവാടി കൊണ്ടാക്കിയതേ വന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ 10:15 സമയം. അപ്പോൾ ഒരു ഓറഞ്ച് കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാം. പിന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നെഗറ്റീവ് കമൻറ്റ് വേണ്ട കേട്ടോ. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അടിക്കാനില്ല. നെഗറ്റീവ് വേണ്ട, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ താങ്ങില്ല, പിഞ്ച് മനസ്സാണ് എൻ്റെ. അപ്പോൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സ്മൈലെങ്കിൽ തന്നാലും മതി. എനിക്കൊരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ എൻ്റെ മുള്ളു മാത്രം ചെത്തി കളഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട്. ഞാനത് വേവിച്ചിട്ട് ഇടിച്ചക്ക തോരൻ വെക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ചുവന്നുള്ളി ചതച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇടിച്ചക്ക ഞാന് വേവിക്കാണ്, കുക്കറിലാണ് വേവിക്കുന്നത്. 1-2 വിസിൽ മതി, അധികം വേണ്ട. 1 വിസിലൊക്കെ മതിയെന്ന് തോന്നുന്നു. അപ്പൊ അതിലേക്ക് ഞെട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി ഒരു ലേശം മതിട്ടാ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഒരു തുള്ളി വെള്ളം പേരിന്. ഒരു വിസിലടിക്കട്ടെ. അപ്പളേ അതവിടെ ഇരുന്നിട്ട് ഒരു വിസിലൊക്കെ അടിക്കട്ടെ. അപ്പൊ നമുക്ക് എന്തിട്ട് ചെയ്യണ്ടെന്ന് അറിയും, നാളികേരം ചിരകണം. അപ്പൊ അത് ഇന്ന് വേഗം ചിരകട്ടെ കേട്ടാ. സമയം നമുക്ക് കളയാനില്ല. ഇടിച്ചക്ക വേവിച്ചിട്ട് ഞാനത് ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചേക്കാണ് ചൂടാറാനായിട്ട്. നേരിയ ചൂടുള്ള. അപ്പൊ ഇനി എന്ത് ചെയ്യാം, കുഴ വെച്ചിട്ട് നമുക്ക് പതുക്കെ ചതച്ചെടുക്കാം കേട്ടാ. അതൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം. മിക്സിയിലിട്ട് ചതച്ചാൽ ചിലപ്പോൾ നല്ലോണം അങ്ങോട്ട് ചതഞ്ഞു പോവും. ഇത് അത്യാവശ്യം വെന്തിട്ടുള്ള കാരണം ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചു കൊടുത്താൽ മതി, വേഗാവും കേട്ടാ. ഞാൻ കൂട്ടാൻ കാച്ചാൻ പോവാട്ടാ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ടു കേട്ടാ. കറിവേപ്പില ഇടട്ടെ. എന്താ സൗണ്ട്? ചതച്ച് വെച്ചേക്കണ ചക്കിട്ട് കൊടുക്കാം. അയ്യൻ്റെ അമ്മോ ഫോണില്ലേ. നാളികേരം ചിരകിതിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. വറ്റൽമുളക് ഉണ്ടെങ്കിൽ കടുകിൻ്റെ ഒപ്പം വറ്റൽമുളക് കൂടിയും പൊട്ടിച്ചാൽ സൂപ്പറാവും. അപ്പോൾ മിക്സ് ചെയ്തു, തീ ഓഫ് ചെയ്യാം കേട്ടാ. നമുക്ക് അധികം നേരം ഇനി വേവിക്കണ്ട, അങ്ങനെ വേവിച്ചിട്ടല്ലേ നമ്മൾ ഇതാക്കിയത്. അപ്പോൾ ഞാൻ ചോറിനാൻ പോവാ. ഉച്ചയായിട്ട് ഉച്ചക്കത്തെ ചോറിനാണ്. ചോറ്, മുട്ട കൊത്തി പൊരിച്ചത്, നമ്മൾ തെപ്പുണ്ടാക്കി ഇടിച്ചക്ക തോരൻ, പിന്നെ അമ്മ തന്നു വിട്ട കൊഴുവ മീനച്ചാറ്. ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറിനട്ടെ കേട്ടാ.
വെള്ളം കുടിച്ചാൽ മതി, അപ്പോഴത്തേനും വയറ് വീർക്കും, അതായത് വണ്ണം വെക്കും. അങ്ങനത്തെ സ്വഭാവമുള്ള ഞാൻ ചോറ് കഴിക്കൽ പൊതുവേ കുറവാണ്. പക്ഷെ ഇങ്ങനത്തെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ചോറ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. വായിൽ വെള്ളം വരുന്നുണ്ട്, ഒന്ന് കഴിച്ചോക്കട്ടെ കേട്ടാ. അടിപൊളിയാണ്. അപ്പോൾ ചോറിനട്ടെ, നിങ്ങളെല്ലാവരും ചോറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇടിച്ചക്ക കൂട്ടാൻ വെക്കുക, കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.